ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് കുറച്ച് ബീട്രൂട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അച്ചാർ പൊടിയൊന്നും യൂസ് ആക്കാതെയാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കടുകും ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് കുറച്ച് തീ കുറക്കണം കേട്ടോ. തീ നല്ല കൂട്ടാൻ പാടില്ല. കുറച്ച് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന്, അല്ലെങ്കിൽ നല്ലപോലെ ഇളക്കിയെടുത്താലും മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ ഏറ്റവും ടേസ്റ്റ് നല്ലെണ്ണയാണ് കേട്ടോ. നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ എള്ളൊക്കെ ആട്ടിയിട്ടുള്ള എണ്ണയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കോക്കനട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കോക്കനട്ട് ഓയിൽ കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു 3-4 കഷ്ണം കറിക്കായാണ് കേട്ടോ. ഇത് ഇതിലിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അല്ലാതെ വറുത്താലും മതി, പക്ഷേ ഇതാണ് കേട്ടോ ഏറ്റവും നല്ലത്. പെട്ടെന്ന് നമുക്ക് പൊടിഞ്ഞ് കിട്ടും. ഇതൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ തീ ഒരുപാട് കൂട്ടാൻ പാടില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ. കാരണം ഉള്ളൊക്കെ വെന്ത് വരണ്ടേ. അപ്പോൾ ഒരുപാട് ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ പണ്ട് ഉമ്മമാരൊക്കെ നമ്മൾ അച്ചാർ പൊടിയൊന്നും ഉണ്ടാതെയാണ് നമ്മൾക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കി തരിക. ആ ഒരു ടേസ്റ്റിലാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് കാലം കേടുകൂടാതെയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പതഞ്ഞ് വരുന്നത് നമ്മൾ വെളിച്ചെണ്ണയും നമ്മൾ നല്ലെണ്ണയും പാടെ യൂസ് ചെയ്തിട്ടാട്ടോ. നല്ലെണ്ണ മാത്രം ഉണ്ടെങ്കിൽ ഒരുപാടുണ്ടെങ്കിൽ ആയിലാണ് കേട്ടോ അച്ചാറിടാൻ ഏറ്റവും ബെസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് കുറവായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പച്ചമുളക് ഇട്ടാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. വറ്റൽമുളക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് എത്ര എടുക്കേണ്ടി അങ്ങനെ ഒരു കണക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. അപ്പം കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. കാരണം അച്ചാറാവുമ്പോൾ അതിൽ എത്ര ആയാലും കുഴപ്പമില്ല കേട്ടോ ഈ സംഭവം. അപ്പം നമ്മൾ നല്ലപോലെ അങ്ങോട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ വറ്റൽമുളക് കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വേണച്ചാൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടിയും നമ്മുടെ സാധാ മുളക് പൊടിയാണ് ചേർത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും പാടെ ചേർക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു കളറ് കിട്ടുക കേട്ടോ. കാശ്മീരി മുളക് മാത്രമാകുമ്പോൾ ഒരു എരിവൊന്നും ഉണ്ടാവില്ല. അപ്പം എരിവ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ പൊടിയും രണ്ടും പാടെ കൂട്ടി പൊടിച്ചതുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ല, അപ്പോൾ ഞാൻ രണ്ടും പാടെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. രണ്ടും വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുക്കാൻ വിട്ടുകയാണ് കേട്ടോ. ഇപ്പോൾ ഇട്ടാലും മതി, എപ്പോൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് തന്നെ ഇടുമ്പോൾ അച്ചാർ ഇങ്ങനെ ഒരുപാട് കാലം ഇങ്ങനെ കേടുകൂടാതിരിക്കും. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ബീട്രൂട്ട് കൂടി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് നമ്മൾ ആദ്യം തന്നെ വാഷ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തത് കേട്ടോ. ആദ്യം വാഷ് ചെയ്തിട്ട് നമ്മൾ നല്ലപോലെ വെള്ളത്തിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒപ്പി കളഞ്ഞിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ അതിന്മേൽ കാണുന്നത് ബീട്രൂട്ടിൻ്റെ ഉള്ളിലുള്ള വെള്ളമാണ് കേട്ടോ. അല്ല നമ്മൾ വേറെ വെള്ളത്തിലിട്ട് കഴിക്കാൽ അച്ചാർ പെട്ടെന്ന് കേട് വരും കേട്ടോ. നമുക്ക് ഒരുപാട് കാലം സൂക്ഷിക്കേണ്ട സംഭവമല്ലേ. അപ്പം നല്ല പോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ വേണമെച്ചാൽ നമുക്ക് ലാസ്റ്റ് കുറച്ചും കൂടി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ കടുക് പൊടിയും ഉലുവാപ്പൊടിയാണ് കേട്ടോ ഇനി ചേർക്കുന്നത്. കടുകും ഉലുവയും നമ്മൾ നേരത്തെ വറുത്തത് പൊടിച്ചെടുത്തതാണ് കേട്ടോ. നമ്മൾ ഫൈനായിട്ട് അത് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പം അത് കായം കൂടി ഉണ്ട് കേട്ടോ. ഇതിൽ കടുക്, ഉലുവ, കായം ഈ 3 സംഭവം കൂടി പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. എന്നിട്ട് നല്ല പോലെ ഇളക്കുക കേട്ടോ. എനിക്കിപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. കാരണം അത്രയും ഒരു ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. അപ്പോൾ ഒരുപാട് വേവ് ഒന്നും ചെയ്യരുത് കേട്ടോ. ഒരുപാട് വെന്താൽ നമുക്ക് പെട്ടെന്ന് കൂട്ടാനാവുന്നൊക്കെ ഉള്ളത് ഒക്കെ സംഭവം സത്യമാണ്. പക്ഷേ ഒരുപാട് വെന്താൽ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ പോകും കേട്ടോ. നമ്മൾക്ക് ഒരു ഇത് കിട്ടൂല. ഏതായാലും അച്ചാർ നമ്മൾ സുർക്ക കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വിനാഗിരി, സുർക്ക എന്ന് നമ്മളിവിടെ പറയുക. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ, നല്ല പൊള്ളിയായിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റ്, അതുപോലെ പല പച്ചക്കറി, കയ്പ, കർമൂസ, അതൊക്കെ ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. എല്ലാ പച്ചക്കറി ആണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുള്ള അച്ചാറാണ് ഇത്. ഇനി നമുക്കൊരു 2-3 ദിവസം അത്രയും മതി കേട്ടോ. അത്രയും ആകുമ്പോൾക്ക് 2-3 ദിവസം ആകുമ്പോൾക്ക് നമുക്ക് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ വേറൊരു പാത്രത്തിലാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടിയിൽ നിന്ന് വേഗം മാറ്റിയിട്ടില്ലേ, ചട്ടി കേടി പുള്ളിയൊക്കെ കുത്തൂലേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു തിക്ക്
തിക്കായിട്ടുള്ള. ഇനി വേണമെങ്കിൽ സുർക്ക കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. പക്ഷേ എനിക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ അച്ചാർ ഇഷ്ടം. കാരണം നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ അതൊന്നും കൂടി ഒന്ന് ലൂസാവും. കാരണം ഇതിങ്ങനെ അതിൻ്റെ പിന്നെ ഉള്ളിലുള്ള ആ ബീട്രൂട്ടിൻ്റെ ഉള്ളിലുള്ള സ്റ്റാർച്ചൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നല്ലൊരു പിന്നെ ഇതായി പാകമായിട്ട് ഒരു ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും നല്ല അടിപൊളി ടേസ്റ്റ്. നമ്മളൊന്നും കളറൊന്നും ചേർത്തിട്ടില്ലല്ലോ, ബീട്രൂട്ട് തന്നെ ഓൾറെഡി നല്ല ചുവപ്പാണല്ലോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ഒന്നാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ.